ആഹ്വാനം പാലിച്ചുകൊണ്ട് തന്നെ ഇന്നും തുടരുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ ഗുണ്ടായിസം ഇന്നും തുടരുന്നുണ്ട്. പിന്നെ ശ്രീ നൌഷാദ് അലി, യൂത്ത് കോൺഗ്രസ് ചെറുത്തുനിൽപ്പിനും ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? കൊല്ലത്തുനിന്നത് കാണാൻ സാധിച്ചു. യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും നേർക്കുനേർ മല്ലടിക്കുന്ന കാഴ്ച. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഗൺമാന്റെ വിഷയം അത് വിട്ടുകളഞ്ഞു എന്നാണ് തോന്നുന്നത്. എന്താണ്, നിങ്ങൾ പേടിച്ചു പോയോ? മഞ്ജുഷ, ഇവിടെ ഞാൻ അതൊന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഒരു രാഷ്ട്രീയ പ്രചരണ യാത്ര നടത്തുന്നതിൽ നമുക്ക് ആർക്കും യാതൊരുവിധ വിയോജിപ്പില്ല. അത് CPM-ന്റെയോ LDF-ന്റെയോ ഒക്കെ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്യണം. അതിന് പകരം ഹൈക്കോടതിയിൽ പാപ്പരാണ് എന്ന് സ്വയം സത്യവാങ്മൂലം നൽകി ഒരു നിലക്കും ഒരു ഗതിയുമില്ലാത്തൊരു സർക്കാരിന്റെ ഖജനാവിലെ പണം അവശേഷിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ട് കേരളമുടനീളം ഒരു രാഷ്ട്രീയ യാത്ര നടത്തുകയാണ്. CPM സർക്കാരിന്റെ ചെലവിൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ യാത്രയായിട്ട് ഇത് മാറിയില്ല. ഇത് കാണുന്ന ഏതെങ്കിലും ഒരു പ്രേക്ഷകർക്ക് അല്ല എന്നൊരു അഭിപ്രായമുണ്ടോ? അവരെല്ലാ സ്ഥലത്തും രാഷ്ട്രീയ പ്രസംഗങ്ങളല്ലേ നടത്തുന്നത്. പരസ്പരം പുകഴ്ത്തുന്നു, MLA-മാരെ പ്രകീർത്തിക്കുന്നു, മന്ത്രിമാര് തമ്മിൽ പരസ്പരം അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നു, മുഖ്യമന്ത്രിയെ പൂജ്യനാക്കി ചിത്രീകരിച്ച് ഉയർത്തിവിടുന്നു. ഇത്തരത്തിലൊക്കെ രാഷ്ട്രീയ പ്രചരണം നടത്താൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ സർക്കാരിന്റെ എന്റെയും നിങ്ങളുടെയൊക്കെ നികുതിപ്പണം ഉപയോഗിച്ച് ഇവരിത് ചെയ്യുമ്പോൾ എത്രമാത്രം അന്യായമാണ് ഇവർ ചെയ്യുന്നത് എന്ന് ഓർത്ത് ലജ്ജിച്ചു പോവുകയാണ്. രണ്ടാമതൊരു കാര്യം, ഇവിടെ മുഖ്യമന്ത്രിയുടെ നിങ്ങൾ പറഞ്ഞ അംഗരക്ഷകരൊക്കെ കാണിച്ചൊരു പ്രവൃത്തി, അത് കേരളീയ പൊതുസമൂഹം വളരെ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച ആളുകളെ പോലീസ് അവരുടെ പരിധിയിൽ നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ചാടി ഇറങ്ങിക്കൊണ്ട് അവർ മർദ്ദിക്കുന്ന ഒരു രീതി കാണുമ്പോൾ വല്ല പെരിച്ചാഴിയൊക്കെ മാളത്തുനിന്ന് പുറത്തു ചാടിയാൽ അതിന്റെ മൂർധാവിനിട്ട് അടിച്ച് തല്ലിക്കൊല്ലും പോലെ, അല്ലെങ്കിൽ പാമ്പിനെ തല്ലിക്കൊല്ലും പോലെ ആങ്ങിയോങ്ങി സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് മുട്ടൻ വടി കൊണ്ട് അവർ പ്രഹരിക്കുകയാണ്. ഇവരുടെയൊക്കെ മനസ്സില് കൃത്യമായ ക്രിമിനലിസം അല്ലെങ്കിൽ മറ്റെന്താണ് ഉള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ അങ്ങേയറ്റത്തെ നിയമയുദ്ധം, ഞങ്ങൾ അങ്ങേയറ്റത്തെ ജനാധിപത്യപരമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകും, യാതൊരു തർക്കമില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു വർഗ സ്വഭാവമുണ്ട്. ഞങ്ങളിപ്പോ ഈ പറഞ്ഞ പട്ടി കുരക്കുന്നത് കണ്ട് കുയില് കുരക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ കുറുക്കൻ കൂവുന്നത് കണ്ട് കോഴി അനുകരിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. CPM-ന് അത്തരത്തിലൊരു സംസ്കാരമാണുള്ളത്. അവർ അക്രമത്തിലൂടെ ജനിച്ച, അക്രമത്തിലൂടെ വളർന്ന, അക്രമത്തിലൂടെ നിലനിൽക്കുന്ന, അക്രമത്തിൽ വിശ്വസിക്കുന്ന, കയ്യൂക്ക് കൊണ്ടൊന്നും നേടിയെടുക്കാൻ പറ്റുമെന്ന് കരുതുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ വിഭിന്നമായ ഒരു സംസ്കാരമുള്ള പാർട്ടിയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അങ്ങനെ പറയുമ്പോൾ ഈ ഗൺമാൻ ഈ പ്രവൃത്തി ചെയ്തതിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. നിങ്ങൾ സമരം ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 22-ാം തീയതിയോ എന്തോ ഒരു സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അതല്ലാതെ ഈ വിഷയം അവിടെ കൊണ്ട് നിങ്ങൾ നിർത്തിയിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞപ്പോഴും ഒരു പ്രതികരണവും ഒരു വലിയ നേതാവിൽ നിന്നും കേട്ടില്ല. മുഖ്യമന്ത്രി കൺമുന്നിൽ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. അതുമാത്രമല്ല, ഈ ദൃശ്യം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ദൃശ്യമാധ്യമങ്ങൾ കണ്ടിട്ടില്ല, പത്രത്തിൽ ഇത് കണ്ടിട്ടില്ല. ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇത് ചാനലുകളിൽ വന്നല്ലോ, സോഷ്യൽ മീഡിയയിൽ വന്നല്ലോ, പത്രങ്ങളിൽ വന്നല്ലോ, ഇല്ല ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. അതായത് കൺമുന്നിൽ കണ്ട കാര്യം മാത്രമേ അദ്ദേഹം പറയുകയുള്ളൂ കേട്ടോ. പക്ഷെ നിങ്ങളിൽ നിന്ന് ഒരക്ഷരം ഉയർന്നു വരുന്നില്ല ഈ വിഷയത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇത് ഇനിയും തുടരും. മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടല്ലോ, കടക്കലിൽ വരിക, അവിടെ വെച്ച് കാണിച്ചു തരാമെന്ന്. മഞ്ജുഷേ, ഇവിടെ കേരളം ഭരിക്കുന്നത് ഒരു ബധിരനും അന്ധനുമായ ഒരാളാണ് എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഇതിലൊക്കെ വലിയ ജനാധിപത്യവും രാഷ്ട്രീയവുമായ സന്ദേശമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്കുള്ളിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഒന്നും അറിയാത്ത, ഒന്നും കേൾക്കാത്ത, ഏതോ കീ കൊടുക്കുന്ന പിറകിൽ നിൽക്കുന്ന തിരശ്ശീലക്ക് പിന്നിലുള്ള ആളുകൾക്ക് അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു പാവയായിട്ട് അദ്ദേഹം ചലിക്കുകയാണ് എന്ന് അദ്ദേഹം സ്വയം പറയുകയാണ്. ആവട്ടെ, അങ്ങനെ ആയിക്കൊള്ളട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ഇതിനെതിരെയൊന്നും ഞങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഒരു ചിത്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. കാരണം നാളെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ച് നടക്കുകയാണ്. ശരി, സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ശ്രീ അൻവർ ഷാ പാലോട്